ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 7 ശ്ലോകം 5. അപരേയമിതസ്ത്വന്യാം പ്രകൃതിം വിദ്ധി മേ പരാം ജീവഭൂതാം മഹാബാഹോ യേദം ധാര്യതേ ജഗത്. ഈ പ്രകൃതി അപരയാകുന്നു. ഇതിൽ നിന്നും അന്യയായ ജീവഭൂതയായ എൻ്റെ പരാപ്രകൃതിയെ നീ അറിയൂ. യാതൊന്നിനാലാണോ ഈ ജഗത്ത് ധരിക്കപ്പെടുന്നത് അതാകുന്നു പരാ. ഇപ്പൊ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പഠിച്ച 8 പ്രകാരത്തിൽ വേർതിരിക്കപ്പെട്ട പ്രകൃതിയെക്കുറിച്ച് ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറയുകയാണ്. അത് അപരാപ്രകൃതിയാണ്. അപര എന്ന് പറഞ്ഞാൽ പരയല്ലാത്തത്, അതായത് ഏറ്റവും പരമായതിനെ, പ്രകൃഷ്ടമായതിനെ കാണിക്കാനാണ് ഈ പരാശബ്ദം ഉപയോഗിക്കുന്നത്. അപ്പൊ 8 പ്രകാരത്തിൽ ഭിന്നയായ പ്രകൃതി പരാപ്രകൃതി അല്ല, അതായത് ഉത്കൃഷ്ടയല്ല എന്നാണ് ഇവിടെ പറഞ്ഞത്. അതിന് അപ്പോൾ ഉത്കൃഷ്ടയല്ലെങ്കിൽ അതിന് നികൃഷ്ടയാണ്, അശുദ്ധയാണ്, അനർത്ഥകാരിയാണ്, സംസാര ബന്ധനാത്മികയാണ്. ആ 8 പ്രകാരത്തിൽ പ്രകടമാവുന്ന പ്രകൃതിയാണ് ഈ സംസാരത്തിലെ സർവ്വ ദുരിതങ്ങൾക്കും കാരണമായിരിക്കുന്നത്. സുഖമുണ്ടാവുമെന്ന് തോന്നിച്ച് ദുഃഖത്തിലേക്ക് നമ്മളെ വലിച്ചിഴയ്ക്കുന്നതൊക്കെ ഈ അപരാപ്രകൃതിയുടെ പണിയാണ്. അതുകൊണ്ട് അത് നികൃഷ്ടയാണ്, അശുദ്ധയാണ് എന്നും നമുക്ക് ടെൻഷനും അശാന്തിയും തരുന്നതാണ്. അത് മനസ്സിലാക്കൂ. അപ്പൊ അങ്ങനെ അനേകാനർത്ഥയുക്തയായ ആ പ്രപഞ്ച രചനയ്ക്ക്, ഈ സംസാര ദുഃഖങ്ങൾക്കൊക്കെ മൂലകാരണമാകുന്നത് കൊണ്ട് അതിനെ നമ്മൾ അനർത്ഥകാരി എന്ന് പറയുന്നു. എന്തുകൊണ്ടാണത് അനർത്ഥകാരിയാവുന്നത്? അത് നാമം, രൂപം എന്നീ പദാർത്ഥങ്ങളിലൂടെ. രൂപമുണ്ടെങ്കിൽ നാമമുണ്ട്, നാമമുണ്ടെങ്കിൽ രൂപമുണ്ട്. അവ ഇടകലർന്നിരിക്കുന്നു. അങ്ങനെ വിഭക്തയാവുന്നതിനാലും അവയിൽ സംസാരത്തിൽ നമ്മെ ബന്ധിക്കാനുള്ള കാരണം ഉണ്ട് എന്നുള്ളത് കൊണ്ടും. നമുക്കറിയാം, ലോകത്ത് കാണുന്നതിൻ്റെ പിന്നാലെ, അതുപോലെ തന്നെ സ്പർശിക്കുന്നതിൻ്റെ പിന്നാലെ, അങ്ങനെയുള്ള വിഷയങ്ങളുടെ പിന്നാലെ പോകുന്നത് അതാണ് നമ്മളെ ബന്ധിക്കുന്നത്. അങ്ങനെ ബന്ധിക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് അത് സംസാര നിബന്ധനാത്മികയാണ് എന്നാണ് ഇവിടെ പറഞ്ഞത്. എന്നാൽ ഈശ്വരൻ്റെ പരാപ്രകൃതി അത് മറ്റൊന്നാണ്. അതെന്തെന്നറിയാനുള്ള ജിജ്ഞാസ ഉണ്ടാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഈ ശ്ലോകത്തിലെ 2ാമത്തെ പാദത്തിലൂടെ ഇവിടെ പറയുകയാണ്, ഹേ മഹാബാഹോ, പരാപ്രകൃതിയെ ജീവഭൂതാം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതായത് ജീവാത്മഭാവത്തിൽ നിലകൊള്ളുന്നത് ആണ് പരാപ്രകൃതി. അതായത് 13ാം അധ്യായത്തിൽ ക്ഷേത്രജ്ഞ ലക്ഷണാം പ്രാണധാരണ നിമിത്തഭൂതാം എന്ന് സ്പഷ്ടമാക്കുന്നുണ്ട്. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ശരീരം എന്നാണ് അർത്ഥമെന്നും, ആ ശരീരത്തെ ആപാദമസ്തകതലം അറിഞ്ഞു വർത്തിക്കുന്ന ജീവാത്മാവാണ് ക്ഷേത്രജ്ഞനെന്നും, ആ ക്ഷേത്രജ്ഞനെ ഇതിനെയാണ് ജീവാത്മാവ് എന്ന് പറയുന്നത്. ക്ഷേത്രജ്ഞനെ, ശരീരത്തെ അറിയുന്നവനെ. ആ ജീവാത്മാവാകുന്നു പ്രാണധാരണത്തിന് നിമിത്തം. അപ്പം ശരീരത്തെയും ഇന്ദ്രിയ പ്രാണാദി ഉപാധികളെയും ഒക്കെ ധരിച്ച് ഈ ജീവാത്മാവായി വർത്തിക്കുന്ന യാതൊരു ഭാവമുണ്ടോ അതാണ് പരാപ്രകൃതി. അതാണ് പര. അപ്പൊ ഈ പരയും അപരയും എന്താണ്? പ്രകൃതിയാണ്. പ്രകൃതി വാസ്തവത്തിലില്ലാത്തതാണ്. എന്നാൽ അതിൽ ഉത്കൃഷ്ടമെന്നും നികൃഷ്ടമെന്നും 2ആയി വേർതിരിച്ചിട്ട്
ഈ നികൃഷ്ടമായ പ്രകൃതിയാണ് നമ്മളെ വലയ്ക്കുന്നത്. ഉത്കൃഷ്ടമായ പ്രകൃതി, ക്ഷേത്രജ്ഞ ലക്ഷണമായിരിക്കുന്ന പ്രകൃതി, അത് ജീവലക്ഷണത്തോടൊത്തതാണ്. കാരണം ഈ പ്രാണനെ ധരിച്ച് നിലകൊള്ളുന്നതാണ്. അപ്പൊ ഇങ്ങനെ പരാപ്രകൃതിയാൽ, ഈ ജീവാത്മഭാവത്തിന് ഹേതുവായ പ്രകൃതിയാൽ ഈ കാണപ്പെടുന്ന സർവസ്ഥാവര ജംഗമഭാവത്തിലുമുള്ള സമസ്ത പ്രപഞ്ചവും ധരിക്കപ്പെടുന്നു. ജീവഭാവം ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയല്ല. എന്നാൽ വ്യാവഹാരിക തലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിൽ ജീവഭാവത്തിന് പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ജീവഭാവത്തെ എടുത്തു കാണിക്കുകയാണ് ഈ പരാപ്രകൃതി കൊണ്ട് ചെയ്യപ്പെടുന്നത്. ഇതിനെ ഒന്നുകൂടി ലളിതമാക്കി വിസ്തരിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഈ പറയപ്പെട്ട 8, അതായത് അപരാപ്രകൃതി ജഡങ്ങളാണ് എന്ന്. അതിനാൽ അവയെ ഒന്നിച്ച് നികൃഷ്ട എന്ന് വിളിച്ചു. അവയിൽ കുടികൊള്ളുന്ന ആ ചൈതന്യ വിശേഷത്തിനെയാണ് ഉത്കൃഷ്ട, പരമാത്മാവിൻ്റെ പരാപ്രകൃതി എന്ന് പറഞ്ഞത്. അപ്പൊ ജഡോപാധികളായ ശരീരം, മനസ്സ്, ബുദ്ധി ഇവയെ സചേതനങ്ങളാക്കി പ്രവർത്തിപ്പിക്കുന്നത് യാതൊന്നാണോ അത് ജീവചൈതന്യമാണ്. അപ്പൊ ചൈതന്യത്തിൻ്റെ സമ്പർക്കമില്ലെങ്കിൽ ശരീരാദി ഉപാധികൾക്ക് പ്രവർത്തിക്കാനോ അതിന് നിലനിൽപ്പോ സാധ്യമാവില്ല. അപ്പൊ എല്ലാറ്റിനും ഉണ്മ നൽകുന്നതും പ്രപഞ്ചത്തിൻ്റെ സർവ്വ വ്യവഹാരങ്ങളും നടത്തിക്കൊണ്ടു പോകുന്നതും അതാണ്. അതിൻ്റെ സാന്നിധ്യം നമ്മിലില്ലെങ്കിൽ, അതായത് പരാപ്രകൃതിയുടെ സാന്നിധ്യം നമ്മിലില്ലെങ്കിൽ, ചൈതന്യം ഇല്ലെങ്കിൽ അത് വെറും ഒരു മണ്ണും കട്ട പോലെയൊക്കെ ആവുള്ളൂ. ബാഹ്യമായിട്ടോ ആന്തരികമായിട്ടോ എല്ലാ അനുഭവങ്ങൾക്കും കാരണഭൂതയായിരിക്കുന്നത് ഈ പരാപ്രകൃതിയാണ്, അഥവാ ജീവചൈതന്യമാണ്, അഥവാ ജീവാത്മാവാണ്. അപ്പൊ ജഗത്തിൻ്റെ മുഴുവൻ ആധാരം ചൈതന്യമാണ് എന്ന് ഉള്ളത് അല്പം നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. ഞാൻ ഒരു വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്നു. വീട് എൻ്റെ പറമ്പിൻ്റെ മറ്റൊരു ഭാഗത്ത് നിലകൊള്ളുന്നു. അത് ഇന്ന പഞ്ചായത്തിലാണ്, ഇന്ന പട്ടണത്തിലാണ്, അത് ഭാരതത്തിൻ്റെ ഭാഗമാണ്, ഭാരതം ഭൂമിയിലാണ്, ഭൂമി ജലത്തിലാണ്, ജലം ആകാശത്തിലാണ്. ഇങ്ങനെ ചിന്തിച്ച് പോകുമ്പോൾ ആദ്യം പറഞ്ഞവയെ പിന്നീട് പറഞ്ഞവ താങ്ങി നിർത്തുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ആകാശത്തെ താങ്ങി നിർത്തുന്നത് എന്താണ്? ആകാശം എവിടെയാണ് നിലകൊള്ളുന്നത്? ഇത് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഉത്തരം? പറയാം, അതൊക്കെ മനസ്സിനറിയാമെന്ന് പറയും. അപ്പൊ മനസ്സ് എവിടെയാണ് നിലനിൽക്കുന്നത്? മനസ്സിന് ആധാരം എന്താണ്? അപ്പൊ പറയും അത് ശുദ്ധബോധത്തിലാണ് എന്ന് പറയും. അങ്ങനെ ചൈതന്യം തന്നെ എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നത്, ജഗത്തിനാധാരം തന്നെ ഈ ചൈതന്യമാണ്. അത് തന്നെയാണ് ബോധം, ശുദ്ധബോധം എന്ന് പറയുന്നത്. അപ്പൊ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ദർശിക്കാവുന്ന സർവ വിഷയങ്ങളും, മനസ്സുകൊണ്ട് സങ്കല്പിക്കാവുന്ന എല്ലാ വികാരങ്ങളും, ബുദ്ധി കൊണ്ട് അറിയാവുന്ന എല്ലാ വിചാരങ്ങളും ചേർന്ന മൊത്തം ഒരു അനുഭവ മണ്ഡലമാണ് ഈ ജഗത്ത്. അത് ഈ കാണപ്പെടുന്ന സ്ഥൂല പ്രപഞ്ചം മാത്രമായി ഒതുങ്ങുന്നതല്ല. അതുകൊണ്ട് ഈ പരാ അപര എന്ന് 2 വിധത്തിൽ വേർതിരിക്കപ്പെട്ട ഈ പ്രകൃതിയെ അറിയൂ. അങ്ങനെ വേർതിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇനി ജീവചൈതന്യം എന്ന് പറഞ്ഞാൽ പ്രാതിഭാസിക ചൈതന്യമാണ്, അതും പരമാർത്ഥമല്ല. എന്നാൽ ഇതിനെ അപേക്ഷിച്ച് അത് ശ്രേഷ്ഠമാണ്. ഈ അപരാപ്രകൃതിയെ അപേക്ഷിച്ച് പരാപ്രകൃതി ശ്രേഷ്ഠമാണ്. ആ പരാപ്രകൃതി അല്ല നമ്മളെ വലയ്ക്കുന്നത്, അപരാപ്രകൃതിയാണ്. പരാപ്രകൃതിക്കും ഉപരി ആണ് ആ പരമാത്മ ചൈതന്യം നിലകൊള്ളുന്നത്. അതൊന്നും ചെയ്യുന്നുമില്ല, ചെയ്യിക്കുന്നുമില്ല. അതിൻ്റെ സാന്നിധ്യത്തിലാണ് ഈ പരാപ്രകൃതി നിലകൊള്ളുന്നത്. ഇങ്ങനെ ജഗത്തിൻ്റെ ഉൽപ്പത്തി, സ്ഥിതി, ലയങ്ങൾ ആരിലാണ് നടക്കുന്നത്? അത് ആ പരമാത്മാവിലാണ്, പരമേശ്വരനിലാണ് നടക്കുന്നത് എന്ന് കാണിക്കുകയാണ്. അതുകൊണ്ട് ആ പരമേശ്വരനിലേക്ക് ഇതിനൊക്കെ ഉറവിടമായിരിക്കുന്ന,
അതിൻ്റെയൊക്കെ ഉദ്ഭവമായിരിക്കുന്ന അതിനെ തിരിച്ചറിയൂ. ആ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളും അതായിത്തീരും. നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തരല്ല എന്ന് ബോധം ഉണ്ടാവും.